സിമ്പിളായിട്ട് തന്നെ ഞാനൊരു മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ്. കുട്ടികൾ എപ്പോഴും പറയും നമ്മുടെ മീൻകറിക്കകത്ത് എപ്പോഴും മുരിങ്ങയ്ക്ക, മാങ്ങ, പുളിഞ്ചിക്ക അല്ലെങ്കിൽ മുളക് ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. കുട്ടികൾ ഇതിനെയാണ് ലഗേജ് എന്ന് പറയുന്നത്. ഞാനും അതങ്ങ് കേട്ട് അതിനിപ്പോൾ ലഗേജ് എന്ന് പറഞ്ഞു തുടങ്ങി. മീൻകറിക്ക് ആവശ്യമായ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, ഉപ്പ് ഇതെല്ലാം ഞാൻ ഒരു ചെറിയ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഉള്ള സൗകര്യത്തിനായിട്ട്. ഇതെല്ലാം കൂടെ ഞാൻ ആദ്യം ഈ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചിട്ട് വരാം. നന്നായി അടിച്ചെടുത്ത മീൻകറിയുടെ കൂട്ട് ഞാൻ ഈ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. കുടംപുളി ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർത്ത കുടംപുളിയും ഞാൻ ഈ ചട്ടിയിലോട്ട് ഒഴിക്കുന്നത്. കറിവേപ്പില ഞങ്ങളുടെ വീട്ടിൽ തന്നെ കിളിർത്തതാണ്. അതും കൂടെ കുറച്ച് പിച്ചിന്ന് ഇതിലോട്ട് ഇടുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക. മുളക് കറി വയ്ക്കുമ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾ കുടംപുളി തന്നെയാണ് യൂസ് ആക്കാറ്. നന്നായി കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഈ കൂട്ടിലേക്ക് നന്നായി ഇട്ട് കൊടുക്കുക. ഈ ഇട്ട് കൊടുത്ത മീൻ കഷ്ണങ്ങളെ ചട്ടിയിൽ നന്നായി നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ലഗേജസുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചേരുവകളെല്ലാം ചേർത്ത് ചട്ടിയിലാക്കിയ മീൻ നമ്മൾ അടുപ്പിലോട്ട് വെക്കുവാണേ. മീൻകറി നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് കുറച്ച് പച്ച കറിവേപ്പില കൂടി അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. മീൻകറി അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുന്നതിന് മുന്നേ കുറച്ച് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. മീൻകറിയുടെ കാര്യം ഇത്രയേ ഉള്ളൂ.